السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ, ഇവിടെ ഒന്നിച്ചു കൂടിയ മുഅ്മിനീങ്ങൾ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ പവിത്രമായ റമദാൻ മാസത്തിൽ ഒരുമിച്ചു കൂടിയതുപോലെ നാളെ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരെയും അല്ലാഹു തആല ഒരുമിച്ചു കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് റമദാൻ മാസം എത്തിച്ചു തന്ന അൽഹംദുലില്ലാഹ്. കഴിഞ്ഞു പോയ റമദാൻ മാസത്തിലുള്ളവർ ഇന്ന് പലരും മന്നയിലാണ്. അല്ലാഹു തആല അവർക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്ന് വിഭാഗമാക്കി. അതായത് ഒന്നായത് ആദ്യത്തെ പത്തും, അതുപോലെ തന്നെ രണ്ടാമത്തെ പത്തും, അതുപോലെ തന്നെ അവസാനത്തെ പത്തും. എന്നാൽ ആദ്യത്തെ പത്തായ റഹ്മത്തിന്റെ പത്ത് ഞങ്ങൾ ഇന്ന് കഴിഞ്ഞു പോയ സഹോദരങ്ങളെ, ഈ ആദ്യത്തെ പത്തായ റഹ്മത്തിന്റെ പത്തിൽ അല്ലാഹു തആലയുടെ റഹ്മത്തിനെ കരസ്ഥമാക്കാൻ വേണ്ടി, അല്ലാഹു തആലയുടെ റഹ്മത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ വന്ന് 5 വക്ത് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുകയും അതുപോലെ തന്നെ ധാരാളം സാലിഹായ സൽക്കർമ്മങ്ങളും സദഖകളും ഹദിയകളും ചെയ്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ചെയ്ത എല്ലാ സാലിഹായ സൽക്കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അവന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകിയ അല്ലാഹു തആല ഞങ്ങൾ എല്ലാവരെയും അവന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ ഉൾപ്പെടാൻ അല്ലാഹു തആല ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഈ സമയത്തിൽ ഓർമ്മപ്പെടുത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ നിങ്ങൾ ഇപ്പോൾ എല്ലാവരും ഓർമ്മിച്ചു കൊണ്ടിട്ടുള്ളത് റമദാനിന്റെ രണ്ടാമത്തെ പത്തായ മഗ്ഫിറത്തിന്റെ പത്തിലാണ്. ഈ മഗ്ഫിറത്തിന്റെ പത്ത് എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ദിവസത്തിൽ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും പാപങ്ങൾക്കും അല്ലാഹുവിനോട് ഖേദം പ്രകടിപ്പിക്കേണ്ട പത്താണ് ഈ മഗ്ഫിറത്തിന്റെ പത്ത്. അല്ലാഹുവിനോട് നസൂഹാൻ തൗബ ചെയ്തുകൊണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ ചെയ്ത അതെത്രയോ തെറ്റുകൾ സമുദ്രത്തിന്റെ അലകൾ പോലെയായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തെറ്റുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന് പരിശുദ്ധ ഖുർആൻ അവിടുന്ന് പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, അല്ലാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ 11 മാസത്തിൽ അതെത്രയോ തെറ്റുകൾ ചെയ്തു. ഞങ്ങളുടെ കൈ കൊണ്ട് എത്രയോ ഹറാമുകൾ ഞങ്ങൾ ചെയ്തു. ഞങ്ങളുടെ മനസ്സ് കൊണ്ട് എത്രയോ ഹറാമുകൾ ഞങ്ങൾ ചിന്തിച്ചു. ഞങ്ങളുടെ തടി കൊണ്ട് എത്രയോ ഹറാമുകൾ ഞങ്ങൾ ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ റമദാനിന്റെ രണ്ടാമത്തെ മഗ്ഫിറത്തിന്റെ പത്തിൽ ഞങ്ങൾ ചെയ്ത എല്ലാ ദോഷങ്ങളെ മുന്നിലേപ്പിച്ച് അല്ലാഹുവിനോട് ഞങ്ങൾ ഖേദം പ്രകടിപ്പിച്ചാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് മാഫ് ചെയ്തു തരും. അതിൽ യാതൊരു സംശയമില്ല. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യനോടുള്ള ഹക്കടപാടുകൾ ഞങ്ങൾ ആരെയൊക്കെയോ ഗീബത്ത് പറഞ്ഞു, ആരെയാണ് നമീമത്ത് പറഞ്ഞത്, അത് അവരോട് തന്നെ പോയി മാപ്പ് ചോദിച്ചാൽ അവർ മാപ്പ് ചെയ്താൽ ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് ചെയ്തു തരുമെന്ന് ഈ സമയത്തിൽ ഓർമ്മപ്പെടുത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ അതാ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ അവിടുന്ന് ചിന്തിക്കുന്നു, എനിക്കൊന്ന് നന്നാകണം, എനിക്കൊന്ന് അല്ലാഹുവിലേക്ക് എത്തണം, എനിക്കൊന്ന് എന്റെ ദോഷങ്ങളെല്ലാം അല്ലാഹുവിനോട് ഖേദം പ്രകടിപ്പിക്കണം െന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹാനവറുകൾ പറയുന്നു, ഞാനതാ ഒരു ദിവസം ഇങ്ങനെ മലർന്ന് കിടക്കുന്ന സമയത്ത് അവിടുന്ന് പക്ഷികൾ ഇങ്ങനെ തസ്ബീഹ് ചൊല്ലുന്നതായി ഞാൻ കേട്ടു. അപ്പോൾ അതാ ഞാൻ ചിന്തിച്ചു പോയി, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ബുദ്ധിയുള്ളവനാണ് മനുഷ്യൻ. പക്ഷേ ആ അല്ലാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഞാൻ പോലും തസ്ബീഹ് ചൊല്ലുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് അവിടുന്ന്
എന്റെ മനസ്സിനെ ഞാൻ തിരിച്ചു. എനിക്കൊന്ന് അല്ലാഹുവിലേക്ക് എത്തണം, എനിക്കൊന്ന് അല്ലാഹുവിനോട് തൗബ ചെയ്ത് അല്ലാഹുവിനോട് ഖേദം പ്രകടിപ്പിക്കണമെന്ന് ചിന്തിച്ച് എന്നെ അല്ലാഹുവിലേക്ക് എത്തിക്കുന്ന ഒരു സാലിഹായ മനുഷ്യനെ ഇങ്ങനെ തേടി നടക്കുകയാണ്. ഇങ്ങനെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും ലോകത്ത് ജീവിച്ചിരിപ്പുള്ള മഹാനായ ഖദർ നബി അലൈഹിസ്സലാം ആ വഴിയിലൂടെ ഇങ്ങനെ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഖദർ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, അല്ലയോ മനുഷ്യ, നീ നന്നാകണമെന്ന് ചിന്തിച്ചവനല്ലേ? നിന്നെ നിന്റെ റബ്ബിന്റെ അല്ലാഹു തആലയുടെ അടുക്കലേക്ക് എത്തിക്കുന്ന ഒരാളെയാണല്ലോ നീ തേടി നടക്കുന്നത് എന്ന് ഖദർ നബി അലൈഹിസ്സലാം അവിടുന്ന് ആ മനുഷ്യനോട് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറയുന്നു, അതെ. അപ്പോൾ ഖദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്നാൽ നീ പോകണം, ഇദ്ഹബ് ഇലാ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ്. ശൈഖ് ജീലാനി തങ്ങളുടെ അടുത്തേക്ക് നീ പോകണം. കാരണം എന്തെന്ന് പറഞ്ഞാൽ ആ മഹാനവറുകളോട് ഖദർ നബി അലൈഹിസ്സലാം പറയുന്നു, ഞാൻ ആ ജീലാനി തങ്ങളുടെ സദസ്സിലുണ്ടായ സമയത്ത് ശൈഖ് ജീലാനി തങ്ങൾ എന്നോട് പറഞ്ഞു, ഖദർ നബിയെ, ഇപ്പോൾ അല്ലാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരാൾ എന്റെ അടുക്കലേക്ക് വന്നു. ആയാലെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ കണ്ടാൽ എന്റെ അടുക്കലേക്ക് അയക്കണമെന്ന് ശൈഖ് ജീലാനി തങ്ങൾ ഖദർ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞതിനെ ഖദർ നബി അലൈഹിസ്സലാം ആ മനുഷ്യനോട് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ നേരെ പോകുന്നു. ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു തങ്ങളുടെ സദസ്സിലേക്ക് പോകുന്നു. ശൈഖ് ജീലാനി തങ്ങളുടെ സദസ്സിലേക്ക് കയറി വരുന്ന സമയത്ത് ശൈഖ് ജീലാനി തങ്ങൾ പറയുന്നു, മർഹബൻ ബിമൻ ജലബഹു റബ്ബു ഇലൈഹി ബിഅൽസനതി ത്വയ്ർ. പക്ഷിയുടെ ശബ്ദം കേട്ട്, പക്ഷി തസ്ബീഹ് ചൊല്ലുന്ന ശബ്ദം കേട്ട് നന്നാകാൻ വേണ്ടി അല്ലാഹുവിന്റെ അടിമകളിൽ എന്നിലേക്ക് അയക്കപ്പെട്ട അടിമക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് അവിടുന്ന് സ്വാഗതം ചെയ്യുന്ന സഹോദരങ്ങളെ, പിന്നീട് ആ മനുഷ്യൻ അവിടുന്ന് തൗബ ചെയ്ത് ജീവിക്കുന്നു. എന്നാൽ ഇതിൽ ഞങ്ങൾ ചിന്തിക്കേണ്ടത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ എത്രയോ തെറ്റുകൾ ചെയ്തു, എത്രയോ പാപങ്ങൾ ചെയ്തു. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ അല്ലാഹുവിന്റെ പള്ളിയിൽ സ്വലാത്ത് മജ്ലിസുകൾ, ദിക്ർ ഹൽഖകൾ, ഞങ്ങളുടെ ആലിമീങ്ങൾ, ഉലമാക്കൾ ഇൽമിന്റെ മജ്ലിസുകൾ നടക്കുമ്പോൾ ഞങ്ങൾക്കൊരിക്കലും ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ നന്നാകണമെന്ന ചിന്ത ഞങ്ങളുടെ മനസ്സിൽ വന്നിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളും അല്ലാഹുവിന്റെ സ്വാലിഹായ ആ സ്വാലിഹീങ്ങളായ അടിമകളുള്ള ആ ലിസ്റ്റിൽ ഞങ്ങളും ഉൾപ്പെടണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അതിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും ഖേദം പ്രകടിപ്പിക്കണം. ഈ റമദാനിന്റെ രണ്ടാമത്തെ പത്തായ മഗ്ഫിറത്തിന്റെ പത്തിൽ ഞങ്ങൾ എല്ലാവരും അല്ലാഹുവിനോട് മാഫ് ചോദിച്ച് അല്ലാഹുവിന്റെ സ്വാലിഹായ അടിമകളിൽ ഉൾപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഈ സമയത്തിൽ മാത്രം ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ഇതുവരെ പിടിച്ച നോമ്പും അതുപോലെ തന്നെ ചെയ്ത സ്വാലിഹായ സൽക്കർമ്മങ്ങൾ അല്ലാഹു ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എവിടെ പറഞ്ഞതും കേട്ടതും അവന്റെ സ്വാലിഹായ അമലുകളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങൾക്ക് പഠിപ്പിച്ച എല്ലാ ഉസ്താദുമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് നല്ല സമയത്ത്, നല്ല ദിവസത്തിൽ, നല്ല സമയത്ത് വെച്ച് മരിക്കാൻ അല്ലാഹു തആല ഞങ്ങൾക്ക് ഭാഗ്യം തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله توفنا مسلمين وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله تعالى.